അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ, അവൻ യുദ്ധങ്ങൾ നിഷിദ്ധമാക്കിയ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധങ്ങൾ നിഷിദ്ധമാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങൾ മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇത്തരം മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു ഇത്തരം യുദ്ധം ഹറാമാക്കിയ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ പരസ്പരം അനീതി കാണിക്കരുത്, പരസ്പരം നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. തിന്മകൾ പ്രവർത്തിക്കുക, ഹറാമുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ മാസത്തിലും ഗുരുതരമായ കാര്യം തന്നെയാണ്. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഇത്തരം മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ ഗൗരവകരമായ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കി എന്ന പ്രത്യേകതയല്ലാതെ റജബ് മാസത്തിന് മറ്റൊരു പ്രത്യേകതയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ചിന്തയാണ്, റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചിട്ടുള്ളത്. റജബ് മാസത്തിന്റെ 27-ാം ദിവസം പ്രത്യേകം ഒരു നോമ്പുണ്ട്, അത് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട നോമ്പാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം പ്രത്യേക നിസ്കാരമുണ്ട് എന്നെല്ലാം പല മുസ്ലിമീങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ റജബ് മാസത്തിന് ഈ ഒരു പ്രത്യേകതയല്ലാതെ ഒരു പ്രത്യേകതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റജബ് മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോയിട്ടുള്ളത് എന്നുള്ളത് എവിടെയും സ്ഥിരപ്പെടാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി റജബ് മാസത്തിൽ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയത് എന്ന് നമ്മൾ സ്ഥാപിച്ചാലും ആ റജബ് മാസത്തിൽ ആ പ്രത്യേക ദിവസത്തിൽ എന്തെങ്കിലും ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അന്നേ ദിവസം എന്തെങ്കിലും പ്രത്യേകം സൂറത്തുകൾ ഓതുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അന്നേ ദിവസം പ്രത്യേകം നിസ്കരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അന്നേ ദിവസം നോമ്പ് നോൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുക എന്നുള്ളത് ഗുരുതരമായ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത് തള്ളപ്പെടേണ്ട കാര്യമാണ് എന്ന് അവിടുന്ന് നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റജബ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകം നോമ്പ് നോൽക്കുക, റജബ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം സൂറത്തുകൾ ഓതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലം യരിദ് ഫീ ഫളി റജബ വലാ സിയാമിഹി വലാ സിയാമി യൗമിൻ മുഅയ്യനിൻ മിൻഹു വലാ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തെളിവ് പിടിക്കാൻ പറ്റിയ സ്വഹീഹായ ഒരു ഹദീസും റജബ് മാസത്തിൽ പ്രത്യേക നിസ്കാരമുണ്ട്, റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പുണ്ട്, റജബ് മാസത്തിൽ ഇന്ന പോരിശകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഹീഹായ ഹദീസും തെളിവ് പിടിക്കാൻ ഉതകുന്ന രീതിയിൽ വന്നിട്ടില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, റജബിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് വന്ന ഹദീസുകൾ, റജബിൽ നോമ്പുണ്ട് എന്ന് പറഞ്ഞു വന്ന ഹദീസുകൾ, റജബിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ ഹദീസുകൾ, അതെല്ലാം കള്ള ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചാർത്തപ്പെട്ട നുണ കെട്ടിച്ചമച്ച ഹദീസുകളാണ്. അത് ദഈഫും മൗളൂഉമായ ഹദീസുകളാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ച ആളുകളോട് പലരും പറയാറുള്ളത്, നോമ്പല്ലേ, നോമ്പെടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം, നല്ല നോമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അറിവില്ലായ്മ മൂലം ഇത്തരം അപകടത്തിലേക്ക് പെട്ടുപോവുകയാണ്. അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി, ഇതിന്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കുക. റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ മാസമാണ് എന്നുള്ളതല്ലാതെ
പ്രത്യേകിച്ചൊരു പോരിശയോ പ്രത്യേകിച്ചൊരു ഇബാദത്തോ ആ മാസത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പുതിയ ബിദ്അത്തുകളെ തിരിച്ചറിയുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.